ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പോൾ നമുക്ക് ആദ്യം 2 റീൽസ് കാണാം. ഫ്രഷ് ആയിട്ടുള്ള റീലാണ്. അതിന് പിന്നാലെ അതിൻ്റെ ഒരു കഥ പറയാം. അതിന് ശേഷം അതിനകത്തുള്ള ആൾ അറസ്റ്റിലാവുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. പരിപാടികളെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ, കളിയും കാര്യവും ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നൊന്നായിട്ട് കണ്ട് മനസ്സിലാക്കി തരാം. നിലവിൽ ഒരു വ്യക്തി അറസ്റ്റിലായിരിക്കുകയാണ്. ആ വ്യക്തിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് അയാളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ മുമ്പിലൊന്ന് ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ക്രിയേറ്റിവിറ്റി, അവൾ പാൻറ് ഇടുന്നു, പാൻറ് പൊക്കി ഇടുന്നു, പെണ്ണിൻ്റെ മുഖത്ത് നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു. പെണ്ണ് വലിയ ദേഷ്യത്തിലിരിക്കുന്നു. അവൾ ദേഷ്യത്തിൽ നോക്കിയിട്ട് അവളെ ഇറങ്ങിപ്പോകുന്നു. അവൻ പെയിൻ്റ് ഇട്ട് കഴിയുന്നു. അവൻ വീണ്ടും അവിടെ ഇരിക്കുന്നു. താഴെ ഒരു മറ്റേ ഉറയുടെ ഒരു സംഭവം പറന്നു പോകുന്നു. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശം എന്നുള്ളത്. സ്പീഡ് കൂടിയത് കൊണ്ടുള്ള എന്തോ ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല. എനിക്കറിയില്ല, നമ്മളറിയാത്തായിരുന്നു. അടുത്ത ലെൻസ് പ്രൊട്ടക്ഷൻ വേണം എന്ന കമൻറ്റ് ചോദിച്ചിരിക്കുന്നു. ലെൻസിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അദ്ദേഹം ക്യാമറ സൂം ചെയ്യുന്നു. അല്ല, ഓക്കെ, തൃക്കണ്ണൻ. ഓക്കെ, ഞാൻ തൃക്കണ്ണൻ എന്നാണ് പറഞ്ഞത്, പേരതാണ് തൃക്കണ്ണൻ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴും സ്റ്റോറി കിടപ്പുണ്ട്. ന്യൂ റീൽ വന്നിട്ടുണ്ട്. എനിക്ക് പെണ്ണില്ലെന്ന് പറഞ്ഞേക്കാം, പക്ഷേ അവസാനം പറഞ്ഞത് ഓക്കെ, ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ഇട്ട വ്യക്തിയാണ്. സോ ഈ വ്യക്തി ഇപ്പോൾ എവിടെയാണെന്ന് നമുക്ക് വിശദമായിട്ട് കാണാം. പീഡിപ്പിച്ചെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൃക്കണ്ണൻ എന്ന ഹാഫിസ് പിടിയിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ആളുടെ ഭാഗത്ത് നിന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അയാൾക്കെതിരെ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് പുള്ളി പകത്തായിരിക്കുകയാണ്. റീലെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ഇതുപോലെ ഏതൊരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് സംഭവം. വൺ സൈഡഡ് ആയിട്ടുള്ള കാര്യമാണോ, ഇതിനകത്ത് കഴമ്പുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കോടതി സമക്ഷം തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. സൗത്ത് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് ഹാഫിസ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. 3,51,000 ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് ഇയാൾക്ക്. തൃക്കണ്ണൻ എന്നാണ് പേര്. ഇയാൾ ഇതുപോലെ നിരവധി പെൺകുട്ടികളെ ഇതുപോലെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് കുട്ടികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടിയെ നിരവധി പെൺകുട്ടികളെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് അളിയൻ്റെ പരിപാടി എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ സത്യം പറഞ്ഞ് ഞാൻ കുറേ കാലം കൊണ്ട് കാണുന്നൊരു സംഭവം. കാരണം നമുക്ക് ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ കണ്ടുപോകും. അത്രയും നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംഭവം. ആളുടെ വീഡിയോ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തൃക്കണ്ണൻ എന്നുള്ള ഈ വ്യക്തിയുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ക്രിയേറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ പക്ക കോണ്ടന്റ് ക്രിയേറ്ററാണ്, സംശയമൊന്നും വേണ്ട. ബട്ട് ഇതിൻ്റെ അതർ സൈഡിൽ പുള്ളിക്കൊരു ഷെയ്ഡ്, ഇങ്ങനൊരു ഷെയ്ഡ് ഉണ്ടോ, ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഇപ്പോൾ വരുന്നു. ഇതിനകത്ത് പോലും ഇത് ആരോപണമാണ്, തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലാണ്. ഈ ഒരു കാര്യത്തിൻ്റെ അകത്തൊരു പെൺകുട്ടി കേസ് കൊടുത്തു, പോലീസ് അതിൻ്റെ നടപടി എടുക്കുന്നു, അറസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇനി ഇതിനകത്തുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ പുള്ളി അകപ്പെട്ടതാണോ, അതോ പുള്ളി ഈ പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് കൾപ്രിറ്റ് ആണോ, ആ ഒരു കുറ്റവാളിയാണോ എന്നുള്ള കാര്യമൊക്കെ തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലാണ്. അപ്പോൾ പലരും ചോദിക്കും, ഇത് ആരാടെ ആ പെണ്ണിൻ്റെ ഐഡിയ എന്താ കാണിക്കാത്തത്, പെണ്ണിൻ്റെ മുഖം എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇന്ത്യൻ ജുഡീഷ്യറിലെ നിയമമാണ്. ഒരു കാരണവശാലും അങ്ങനെ ഇങ്ങനെ ഒരു വിക്ടിമിൻ്റെ വീഡിയോയോ ഫോട്ടോയോ ഫുട്ടേജോ ഒന്നും പുറത്തുവിടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വലിയൊരു ഒഫൻസാണ്. അതുകൊണ്ടാണ് അപ്പോൾ ചോദിക്കും, ഈ ആണിൻ്റെ ഇത് കാണിക്കാൻ പാടുണ്ടോയെന്ന്. കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ ഈ മെൻസ് അസോസിയേഷൻ എന്നുള്ള സംഭവമായിട്ട് പൊക്കിക്കൊണ്ടുവന്ന സമയത്ത് അവർ പറഞ്ഞൊരു പോയിൻ്റാണ്. അതായത് ഒരാളെ കുറ്റാരോപിതനായിരിക്കവേ അയാളുടെ മുഖം കാണിക്കാൻ പാടില്ല. അയാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, കോടതി സമക്ഷം തെളിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വീഡിയോയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്ത് വിടുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ അതാണ് വേണ്ടത്. ചിലപ്പോൾ നമ്മളൊരു കാര്യം പറയാം, ഒരുപാട് നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് പേരെ ചിലർ എയിം ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഇതുപോലെ കള്ളക്കേസിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കള്ളക്കേസാണോ ഇല്ലെന്നുള്ള കാര്യം നമുക്കൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ ഇത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഉചിതമായ ശിക്ഷ ഇയാൾക്ക് കിട്ടണം. മറിച്ച് ഇയാൾ നിരപരാധിയാണ്, ഇയാളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭവമാണോ ഇതിൻ്റെ പിന്നിലെങ്കിൽ ഈ സംഭവത്തിന് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അന്വേഷണം കഴിഞ്ഞ് ഇത് ഇയാളെ കുടിക്കിയതാണെന്ന് അറിയുന്ന സമയം വരെയും ഇയാൾ ശരിക്കും സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ ഇയാൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കും. ഇയാളെന്നല്ല, ആരാണെങ്കിലും. അപ്പോൾ അത് ചിലപ്പോൾ പിന്നെ ജീവിക്കാൻ പോലും ജീവൻ തന്നെ അവസാനിപ്പിച്ചെന്നും വരാം. കാരണം പെണ്ണ് കേസാണ്, അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഇത് തെളിയിക്കപ്പെടണം. ഇയാളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക്, ഇയാൾ ചെയ്തിട്ടുള്ള തെറ്റുണ്ടെങ്കിൽ തെളിയിക്കപ്പെടണം. അതുവരെ കുറ്റാരോപിതനാണ്. കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടേണ്ടത് കോടതി പറഞ്ഞതിന് ശേഷം മാത്രമാണ്. അതിനുശേഷം മാത്രമാണ് നമുക്കതിനെക്കുറിച്ച് ഒരു ഇതിലെത്താൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് പുള്ളി തെറ്റ് ചെയ്തെന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. മാധ്യമങ്ങളിൽ വരുന്നു, പറയുന്നു, ബാക്കിയുള്ളതൊക്കെ നോക്കാം. കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയോ ഈ ബന്ധങ്ങൾക്ക് ശേഷം കുറച്ച് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായി. അതിനുശേഷം ഈ കുട്ടിയായിട്ട് പിരിഞ്ഞു എന്നാണ് പറയുന്നത്.
കുട്ടിയുമായിട്ട് വഴക്കൊക്കെ ഉണ്ടായി പിരിഞ്ഞതിന് ശേഷമാണ് കുട്ടി ഒരു കേസ് കൊടുത്തേക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. വിവാഹ തട്ടിപ്പ് പോലത്തെ പരിപാടിയാണ്. നമ്മൾ ഈ ആക്ടർ ബാലയുടെ കേസ്, ഡോക്ടർ എലിസബത്തിൻ്റെ കാര്യം പറയുന്നത്, അതിനകത്ത് ആക്ടർ ബാല വിവാഹം കഴിച്ച് പബ്ലിക്കായിട്ട് ചടങ്ങ് നടത്തി കല്യാണം കഴിച്ച് കൊണ്ടുപോയതിന് ശേഷം പുള്ളിക്കാരൻ പറയുന്നു ഇപ്പോൾ ഇത് എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞ് പുള്ളി വേറെ വിവാഹം കഴിച്ചു. എന്നിട്ട് ആ കുട്ടി കല്യാണം കഴിച്ചിട്ട് സ്ത്രീയോട് പറയുന്നത് ഇതാണ് എൻ്റെ ഫസ്റ്റ് കല്യാണം എന്നൊക്കെ പറയുന്നത്. ഇതിന് മുമ്പ് 2-3 കെട്ടിട്ടുള്ള ആളാണ് പറയുന്നത്. അപ്പോൾ വിവാഹ തട്ടിപ്പ് എന്നുള്ള സംഭവം അവിടെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് സുഭിക്ഷമായി ചെയ്തു പോകുന്നു. ഇവിടെ ഇതേ പരിപാടിയാണ് ഇയാൾ കാണിച്ചു എന്നാണ് പറയുന്നത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, 3 ലക്ഷം ഫോളോവേഴ്സിനെയും വെച്ച് ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിനോദം. ഇയാൾക്കെതിരെ ഇപ്പോൾ ഒരു പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എന്താണ് ആ പരാതി വിശദാംശങ്ങൾ? സുഹൈൽ, 25 വയസ്സുകാരനായ തൃക്കണ്ണൻ എന്ന ഹാഫിസ് സജീവിന് വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ 3,60,65,000 ഫോളോവേഴ്സ് ഉണ്ട്. അതെന്തോ അങ്ങനെ വർത്തമാനം? ഈ വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിൽ, വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഒന്നും കൂടി മറ്റേ ഏതൊരു ഹിന്ദിക്കാരനുണ്ട് ചായ അടിക്കുന്ന പുള്ളിക്കാരൻ, എത്ര വിദ്യാഭ്യാസം എന്ന് എനിക്കറിയത്തില്ല, പിന്നെ ബിൽഗേറ്റ്സ് അടക്കം വന്ന് ചായ കുടിച്ചിട്ട് പോകാറുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ക്രിയേറ്റർ സൈഡിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇത് പോകാറുണ്ട്. വലിയ എന്താണ് അംബാനിയുടെ കല്യാണത്തിനടക്കം അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിനടക്കം. സോ വിദ്യാഭ്യാസം എന്നുള്ള കാര്യത്തിന് എടുത്ത് ഇവരെന്തിനാണ് ഈ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഓക്കെ, അയാൾ ചെയ്തിട്ടുള്ള തെറ്റിന് അർഹിക്കുന്ന ശിക്ഷ അയാൾക്ക് കിട്ടണം. ഓക്കെ, അത്രത്തോളം തന്നെ വരുമാനം സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അയാളുടെ റീൽസിനൊക്കെ തന്നെ വലിയ റീച്ച് സോഷ്യൽ മീഡിയയിലുണ്ട്. ഇയാൾക്കെതിരെ നേരത്തെയും പരാതി ആലപ്പുഴ സൗത്ത് പോലീസിന് ലഭിച്ചിരുന്നു. ഈ സ്ത്രീകളെ, പെൺകുട്ടികളെ ഇതുമായി ബന്ധപ്പെട്ട്, റീൽസുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും ഒരുമിച്ച് കൊളാബ് ചെയ്ത് റീൽസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് തന്റെ അക്കൗണ്ടിൽ തന്നെ ചെയ്യാമെന്ന പേരിലാണ് ഇയാൾ ബന്ധം സ്ഥാപിക്കുക. അപ്പം അളിയന് പരിപാടി സ്ഥിരമാണ്. അപ്പം ഇതിന് മുമ്പും പരാതി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അളിയൻ റീൽ ചെയ്യുന്നതും കൊളാബ് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ സംഭവം വരുന്നത് ഞാൻ വിചാരിച്ച് തുടക്കത്തിൽ കേട്ടപ്പം ഇത് ആദ്യത്തെ പരിപാടിയാണ്. അപ്പോൾ പലതും ഇതിന് മുമ്പും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അളിയൻ ഇതിൻ്റെ പരിപാടിയുടെ പുറകിൽ തന്നെ നടക്കുന്ന ഒരാളാണോ എന്ന് അറിയത്തില്ല. ഇയാളെ സംബന്ധിച്ച് സൗത്ത് പോലീസ് പറയുന്നത് ഇയാളുടെ വീടിന് സമീപത്ത് തന്നെ മറ്റൊരു വീട് ഇയാൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഈ റീൽസിന്റെ എഡിറ്റിങ്ങും ഒപ്പം തന്നെ മറ്റ് കലാപരിപാടികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ നടക്കുന്നത്. അങ്ങനെ ചേട്ടൻ കലാപരിപാടികളെന്ന് 2 തവണ ഇതുമായിട്ട് ബന്ധപ്പെട്ട കലാപരിപാടികളെന്ന് എടുത്തെടുത്ത് പറഞ്ഞു. എന്ത് കലാപരിപാടികൾ? എന്തോ കുത്തി പറയുന്നത് പോലെ ഈ ഒരു അവസ്ഥയിലെ ഇവിടെ എത്തിച്ചാണ് പല പെൺകുട്ടികളെയും പീഡിപ്പിച്ചിരുന്നത്. ഇതിലൊരു പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ പരാതിക്കാരി ഒരു നിയമ വിദ്യാർത്ഥി കൂടിയാണ്. അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി ഇവരെ 1 വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ വഞ്ചിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടി പരാതിപ്പെട്ടത്. അപ്പോൾ 1 വർഷത്തോളം അടുപ്പമായിരുന്നു, കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അവരൊരു നിയമ വിദ്യാർത്ഥിനിയാണ്. ഇതെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം അളിയൻ ചീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് അവരുടെ സൈഡിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ, വാദം. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോടതിയിൽ ഇയാളുടെ ഭാഗവും പറയേണ്ടതുണ്ട്. അതുകൊണ്ട് 2 സൈഡും നമുക്കറിയില്ല. ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഇതിനകത്ത് ഇയാളുടെ ഭാഗം എന്താണെന്നുള്ളത് കോടതിയിലേക്ക് എത്തണം. ഓക്കെ, പക്ഷേ കാണിച്ചിട്ടുള്ള ചെറ്റത്തരമാണ് എങ്കിൽ അതിന് അർഹിക്കുന്ന ശിക്ഷയും കിട്ടണം. അത് വേറെ സംശയമൊന്നും വേണ്ട. 2 പരാതി ഇയാൾക്കെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരാതിയിൽ നിന്നും പിന്നീട് ഒത്തുതീർപ്പായി മാറുകയായിരുന്നു. ആ പരാതിയിൽ പിൻവലിച്ചുകൊണ്ട് പെൺകുട്ടികൾ പിന്നീട് മാറിപ്പോയത് കൊണ്ട് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഈ പരാതിയിൽ നിയമ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഈ പരാതിക്കാരി ഉറച്ചു നിന്നു. വിവാഹ വാഗ്ദാനം നൽകി തന്നെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി. അങ്ങനെ ഇതിന് മുൻപ് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും ബന്ധം ഉപയോഗിച്ചുകൊണ്ടും പരാതി പിൻവലിപ്പിച്ചു. ഈ ഒരു കേസിൻ്റെ അകത്ത് അളിയൻ പെട്ടു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, പരാതിയെ തുടർന്ന് വിശദമായി ആലപ്പുഴ സൗത്ത് പോലീസ് CI ശ്രീത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പീഡിപ്പിച്ചു എന്ന് പോലീസിന് വ്യക്തമായതോടുകൂടി ഇയാളെ കസ്റ്റഡിയിൽ ഇന്ന് രാവിലെ കസ്റ്റഡി എടുക്കുകയും ഇന്ന് ഉച്ചയോടുകൂടി ഇയാളുടെ അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും നിലവിൽ ഇയാളെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും അളിയൻ്റെ ലൈഫ് ഏതാണ്ട് ഒരു ഗോവിന്ദ പരിപാടിയിലേക്ക് എത്തി. ഞാൻ എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് എന്ത് വിഷയത്തിന് 2 വശമുണ്ട്. നമ്മളെ കാണുന്ന ഒരൊറ്റ വശം മാത്രമാണ്. 2 വശം എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ ചോദിക്കും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ വശവും അറിയാമെന്നുള്ളൂ. ഇപ്പോൾ കൂടെ താമസിച്ച് 2-3 ഇപ്പോൾ ബാലയുടെ കേസിൽ അണ്ണന്മാർ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വരും, ആ 2 വശം അറിഞ്ഞിട്ടാണോ? ഈ 2 വശം അറിയാമെന്നില്ല. കാരണം ബാലയുടെ വശത്ത് നിന്ന് കുറേ നാൾ സംസാരിച്ചിരുന്നത് ബാല എന്നുള്ള വ്യക്തി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കുന്നതിന് രാപ്പനി അറിയാമെന്നുള്ളൊരു 1 അല്ല 2 പെണ്ണുങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് സ്വന്തം മകളടക്കം എന്ന് പറഞ്ഞൊരു കാര്യം വിശ്വസിക്കാതിരിക്കാൻ മാത്രം ഞാൻ മണ്ടനല്ല. പിന്നെ ഒരു സ്ത്രീയും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ചുമ്മാ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരെ ബലാത്കാരം ചെയ്യുമെന്ന് പറയത്തൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ 1-ലധികം സ്ത്രീകൾ ഇതിനകത്ത് വിക്ടിംസ് ആയിട്ട് ഈ തൃക്കണ്ണൻ എന്നാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. തൃക്കണ്ണൻ അയാളുടെ പേരാ.
ആ ചാനൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് തൃക്കണ്ണൻ, തെറ്റിദ്ധരിക്കരുത്, തൃക്കണ്ണൻ. ഓക്കെ, അപ്പം ആ പേരിലാണ് അദ്ദേഹം ഈ വീഡിയോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വലയിൽ 1-2 സ്ത്രീകൾ കേസ് നേരത്തെ കൊടുത്തിട്ടുണ്ട്, അത് പിൻവലിച്ചു. അതിനുശേഷം ഇപ്പോൾ വന്ന കേസ്, ഇതിനകത്ത് നിയമ വിദ്യാർത്ഥിനിയും കൂടെ ഉള്ള ആ ഒരു പെൺകുട്ടിക്ക് അഫക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഉള്ളൊരു ശിക്ഷ, ഇയാൾക്ക് മാതൃകാപരമായി ശിക്ഷ കിട്ടുക തന്നെ വേണം, തെറ്റുകാരനാണെങ്കിൽ. അതർവൈസ് ഇയാളുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല, ഇയാളെ മനഃപൂർവ്വമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചൊരു പരിപാടിയാണ് ഇതെങ്കിൽ അതിനും ശിക്ഷ കിട്ടണം തീർച്ചയായിട്ടും. ഓക്കെ, ഒരു കമൻറ്റാണ്. എന്തായാലും ഒരു മറുവശം ഉണ്ടാകുമല്ലോ, അയാൾക്ക് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് കുറ്റപ്പെടുത്തിയാൽ പോരെ എന്ന് പറയുന്നു. 100% എന്ന് പറയുന്നത് സാംഹാരി റിച്ചാർഡ് എന്താണ്. ഓക്കെ, വന്നോ ആർമി, നല്ല പേര്. ഇപ്പോൾ ആ കഴപ്പങ്ങ് മാറിക്കാണും. അവൻ പറയാനുള്ളത് കേൾക്കാനുള്ള ന്യായം ഇവിടെ ഇല്ലല്ലോ. ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പ്രതിയുടെ വീഡിയോ വരെ ചെയ്തു. സത്യം തേടണം, പരാതിക്കാരുടെ മുഖവും കാണിക്കേണ്ടതല്ലേ. വ്ളോഗറെ, എന്തിനാ വ്ളോഗറെ? അത് പറ്റത്തില്ല, അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ, നിയമം മൂലം പറ്റത്തില്ല. എനിക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ഒരു പെണ്ണ് എന്നെ പീഡിപ്പിച്ചു, പറ്റിച്ചു. വേറൊരു വ്യക്തി കമൻറ്റ് ബോക്സ് ഇടുകയാണ്, അദ്ദേഹത്തിന് വിവാഹ വാഗ്ദാനം നൽകി വേറൊരു പെണ്ണ് പീഡിപ്പിച്ചു എന്ന്, പറ്റിച്ചു. തൃക്കണ്ണൻ, അവൻ്റെ 3-ാം കണ്ണ് തുറക്കാൻ സമയമായി, അല്ലെങ്കിൽ പോലീസ് തുറക്കും. സത്യം തരണം, എന്നിട്ട് കുണയ്ക്കാം. വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോഴേക്കും ചെല്ലുന്ന പെണ്ണുങ്ങൾ ആദ്യം അടിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അകത്ത് ഒന്ന് ഫ്രണ്ട്സ് ഉള്ളത്, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ലവേഴ്സ് ഉണ്ട്. ഈ ഫ്രണ്ട്സിൻ്റെ ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ബെസ്റ്റീസ് ഉണ്ട്. ഫ്രണ്ട്സിൻ്റെ ലവേഴ്സിൻ്റെയും ബെസ്റ്റീയുടെ ഇടയ്ക്ക് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൺസെൻ്റ് ഉണ്ട്, ഇതിനിടയിൽ കറക്കമുണ്ട്, പ്രേമമുണ്ട്, ഫ്രണ്ട്ഷിപ്പുണ്ട്, എന്തെല്ലാം പരിപാടികളെന്നറിയാം ഈ കാലഘട്ടത്തിലുള്ള. നമ്മളെ പഴയ കുറച്ചുകൂടെ പിന്നോട്ടുള്ള ആൾക്കാർക്ക് കേട്ടുകളില്ലാത്ത പരിപാടികളൊക്കെ ഇന്നത്തെ വ്യത്യസ്തമായ പേരുകളിലുണ്ട്. നല്ലത് തന്നെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഇവരുടെ ഈ റീൽ ലൈഫ് കണ്ടിട്ട്, അല്ലെങ്കിൽ റീൽസിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ കണ്ടിട്ട് അങ്ങോട്ട് ചെന്ന് ചാടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഞാൻ പറയുന്ന എല്ലാവരുടെ പറയുന്നതല്ല, അത് അറിയുന്ന ആൾക്കാർ ഉണ്ടാവും. പക്ഷേ ഇത് എത്രമാത്രം ന്യൂസുകളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഡെയിലി ഡേ ടു ഡേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും മാത്രം ന്യൂസുകൾ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ എന്തുകൊണ്ടേ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത. ഇപ്പോൾ ഒരാളിപ്പം ഇപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഞാൻ പറയുന്നു, ഇപ്പോഴും പറയുന്നു, 2 വശമുണ്ട്. ഒരു വശം മാത്രമേ നമുക്കറിയൂ. അയാളുടെ ഭാഗത്ത് തെറ്റുകാരാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം. അതർവൈസ് അയാളെ കുടിക്കിയതാണെങ്കിൽ അതിനുള്ള ശിക്ഷ ആ സ്ത്രീക്കും കിട്ടണം. പക്ഷേ നമുക്കിവിടെ ഒരു ഭാഗം മാത്രമേ അറിയൂ, മറ്റു വശം അറിയത്തില്ല. പക്ഷേ അയാൾക്കെതിരെ ഒന്നിലധികം പെറ്റീഷൻസ് അവിടെ പോയിട്ടുണ്ട്, കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട്, അത് ഒതുക്കി തീർത്ത കേസുകളുണ്ട്. അതിനുശേഷം ഇവർ സ്ട്രോങ് ആയിട്ട് ഈ ഒരു കാര്യം എടുത്തു. അതിൽ ഈ നമ്മുടെ വിവാഹ വാഗ്ദാനം നടത്തി ഇയാൾ എന്താണ് കൂടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന് തക്കതായ ശിക്ഷ കിട്ടണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡ്. മറിച്ച് മറുവശം അവൻ്റെ ഭാഗം എന്താണെന്നുള്ള കാര്യം അവൻ കോടതിയിലാണ് തെളിയിക്കേണ്ടത്. അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു ഐഡിയയുമില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം എന്തൊക്കെ പറഞ്ഞായിരുന്നാലും അളിയൻ ഇവിടെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു സാഹചര്യം വേറെയാണ്, കാരണം വളരെ വേസ്റ്റാണ്. കാരണം നമ്മൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് ഇയാൾ വിളിച്ച് വരുത്തിയതാണ് എങ്കിൽ അയാളതിന് അർഹനാണ്. കാരണം വല്ലാത്തൊരു സംഭവമാണ്, ഒരു സംശയം വേണ്ട. ഞാനൊരു ക്രിയേറ്റർ എന്നുള്ള ലെവലിലൊക്കെ അധികം ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ ചിലധികം വീഡിയോസ് കാണുമ്പോൾ ഇച്ചിരി ക്വാളിറ്റി വീഡിയോസ്, അതായത് നല്ല രീതിയിൽ സിനിമാറ്റോഗ്രഫി, നല്ല രീതിയിൽ ഒരു ചെറിയൊരു കോണ്ടന്റ് ആണെങ്കിലും ഒരു ഡെപ്തിൽ സാധനങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഈ പുള്ളിയുടെ പ്രത്യേകത. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൊരു ക്രിയേറ്ററാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയിലൂടെ അങ്ങനെ പോയി, പിന്നെ പ്രായം 25 എന്ന് പറയുന്നു, എന്നങ്ങനെയൊക്കെ പറയുന്നു. എനിവേ, എന്തായിരുന്നാലും ആളുടെ ക്രിയേറ്റിവിറ്റി ഏത് സൈഡിലാണെന്നുള്ള കാര്യം മാത്രമേ ഇനി പുറത്തു വരാനുള്ളൂ. എന്തായിരുന്നാലും പണി പാലും വെള്ളത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തീരുമാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. ഇനി അയാളുടെ ഭാഗത്തിൻ്റെ അകത്ത് ശരികളുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇനി ആ കുട്ടിയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ആ കുട്ടിയുടെ ഭാഗത്ത് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നിൽക്കും. അതുപോലെ തന്നെ ഇയാളുടെ ഭാഗത്ത് എന്തെങ്കിലും ഇതിനെക്കാട്ടിൽ അപ്പുറത്തുള്ള സെറ്റപ്പുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സാധനം വരുന്നതോടുകൂടി വേറെയും ചിലപ്പം അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പം പബ്ലിക്കിലേക്ക് വന്നേക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? ഈ റീൽസൊക്കെ മറ്റത് മറിച്ചത്, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കുറേ ഉണ്ട്, ഫെയിം കുറേ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഈ ചേട്ടന്മാരെയും ഈ കണ്ണാപ്പി ചേട്ടന്മാരെയും കാന്താരിമാർ ഇതിൻ്റെ പുറകെ പോകേണ്ട കാര്യങ്ങളൊക്കെ വല്ലതും ഉണ്ടോ? നമ്മുടെ കാലഘട്ടം മാറി. ഇപ്പോഴും ഒരു തലച്ചോറിൻ്റെ അകത്ത് ബുദ്ധിയില്ലാത്ത കുറേയധികം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. കുറേയധികം അബദ്ധങ്ങൾ പറ്റുന്ന ആൾക്കാർ വീണ്ടും പോയി പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇത് കാണുന്നുമുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്താൻ തൃക്കണ്ണൻ എന്ത് സംഭവിക്കും? അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. Bye.